ഇന്ന് നമുക്കേ മൃണാൾ ഭായി പറഞ്ഞിട്ടുള്ള കപ്പയും ചമ്മന്തിയും വെച്ചിട്ടുള്ള ഒരു പൊതി ഉണ്ടാക്കിയെടുത്താലോ. ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കുറച്ച് കപ്പ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരിച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു 3 വിസിലടിച്ച് വേവിച്ചിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോ ദേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ദാ ഇതുപോലെ ഇളക്കി 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 നല്ല വെണ്ണ പരുവത്തിലെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല കുഴഞ്ഞിരിക്കണം. കപ്പ അങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാഴയില എടുത്തിട്ട് ഇതുപോലെ വാട്ടിയെടുത്ത് അതിലേക്ക് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കണം. എല്ലാ സ്ഥലത്തും ഇതുപോലെ നന്നായിട്ട് എത്തണം കേട്ടോ. അപ്പം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പപ്പുഴുക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചൂട് കപ്പപ്പുഴുക്കാണേ, ആവി വരുന്ന കണ്ടോ. ഇതുപോലെ എല്ലാ കപ്പപ്പുഴുക്കും ഇട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കപ്പ ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളിച്ചമ്മന്തി നിർബന്ധമാണല്ലോ. നല്ല പച്ചമുളകും കുഞ്ഞുള്ളിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഒരു 2-3 സ്പൂൺ ഇട്ട് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചമ്മന്തി വെച്ച് കഴിഞ്ഞു. ഇനി ഭംഗിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സൈഡിൽ ഒരു ഇച്ചിരി നാരങ്ങാച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ മടക്കിയെടുക്കണം. നമ്മൾ പൊതിച്ചോറൊക്കെ കിട്ടുന്ന പോലെ ഇതുപോലെ നന്നായിട്ട് മടക്കി പേപ്പറൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയാക്കി എടുക്കുക. പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ കേട്ടോ. എത്ര കൂടുതൽ വെക്കാൻ പറ്റുന്നോ അത്രയും വെക്കാം. ഞാനൊരു അരമണിക്കൂറേ വെച്ചുള്ളൂ. എന്നിട്ട് ഇതേ മെല്ലെ ഒന്ന് തുറന്നു നോക്കണം. എന്തായി എന്നൊന്നും അറിയണമല്ലോ. പതിയെ ഒന്ന് തുറന്നു നോക്കിയോ. എന്തൊരു മണമെന്നറിയോ. നല്ല മണമാണ് കേട്ടോ. നല്ല വാഴലവാട്ടിൻ്റെയും വെളിച്ചെണ്ണയുടെയും ആഹാ നല്ല അടിപൊളി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചെടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. കുറച്ച് ചമ്മന്തി എല്ലാം കൂടി കൂട്ടി ആഹാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.